എറണാകുളം കാക്കനാട് DLO ഫ്ളാറ്റിലെ രോഗബാധയിൽ പരിശോധനാ ഫലം കിട്ടിയ ശേഷമാണ് നടപടി എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആശാവർക്കർമാരെ ഉപയോഗിച്ച് കണക്കുകൾ ശേഖരിക്കുന്ന നടപടി തുടങ്ങി. സാഹചര്യം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 400ഓളം പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ തേടിയത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഈ DLFൽ ഇന്നലെ അസോസിയേഷൻ ഭാരവാഹികൾ വന്ന് പറയുമ്പോഴേ നമ്മൾ കരുതിയതാണ് എന്തോ ഒരു പന്തികേട് ഈ DLFൽ ഉണ്ട് എന്നുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ താമസക്കാരൊക്കെ പറയുന്നു, ഈ അസോസിയേഷൻകാർ പറയുന്നത് പോലെയൊന്നുമല്ല, കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ അവർ മറച്ചുവെച്ചു എന്നതാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്താണ് DLFലെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ അവസ്ഥ, അലി? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 350ഓളം ആളുകളാണ് വിവിധ ഘട്ടങ്ങളിലായി ഈ DLFൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയത്. ഇപ്പോൾ ഒരു വലിയ എണ്ണം ആളുകൾ ചികിത്സയിൽ കഴിയുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഛർദിയും വയറിളക്കവുമായാണ് കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെ 350ഓളം ആളുകൾ ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി ചികിത്സ തേടിയിരുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് DMOയുടെ ഈ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവിടെ RO സംവിധാനം നിലവിലില്ല എന്നാണ് ഇവിടുത്തെ താമസക്കാർ തന്നെ ഇന്നലെയും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു വ്യാപനത്തിലേക്ക് ഈ സംഭവം പോകുമായിരുന്നില്ല എന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ താമസക്കാരനായിട്ടുള്ള അരുൺ ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ കരുതുന്നത് ഇത്രയും വലിയൊരു വ്യാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണമെന്ന്? ഇത്രയും ആൾക്കാരെ കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം വെള്ളമാണ് ഇവിടെ. അപ്പം എൻ്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെള്ളം തന്നെയാണ് ഇഷ്യൂ. നമുക്ക് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയിൽ RO പ്ലാന്റ് ഇല്ല, അതൊരു ഫാക്റ്റാണ്. RO പ്ലാന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാനുള്ള അപ്രൂവൽസ് എല്ലാം നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ PCBയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഓക്കെയാണ്. ഇനി അതിവിടെ സെറ്റപ്പ് ചെയ്യേണ്ട ഇവിടുത്തെ അസോസിയേഷനിലെ ആൾക്കാരാണ്. അപ്പോൾ അതൊരു സ്നെയിൽ പേസിലാണ് മൂവ് ചെയ്യുന്നത്. അതൊരു പ്രോബ്ലമാണ്. പിന്നെ RO ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടേക്കാം. അപ്പം നമ്മൾ ഫുൾ ഓൺ ഈ ടാങ്കർ വാട്ടറിലാണ് ഇപ്പോൾ റിലൈസ് ചെയ്യണേ. നമ്മുടെ ഒരു പ്രൈമറി പ്രോബ്ലം, നമുക്ക് ബോർവെല്ലുണ്ട്, നമുക്ക് കിണറുണ്ട്, പിന്നെ KWയുടെ വെള്ളമുണ്ട്. ഇതാണ് നമ്മുടെ സോഴ്സസ് ഓഫ് വാട്ടർ. TDS ഭയങ്കര ഹൈ ആണ് നമ്മുടെ ബോർവെല്ലിൽ. ചില ബോറിൽ 2000 വരെയൊക്കെ TDS പോകും. അത് പോർട്ടബിൾ വാട്ടർ അല്ല. നമുക്ക് മിനിമം TDS ഒരു 100 താഴെയൊക്കെ ഉണ്ടെങ്കിലാണ് കുടിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനും ഒരു ക്ലാരിറ്റി ഇല്ല. പലരും പല അഭിപ്രായം പറയുന്നത്. ചിലർ 100 പറയും, ചിലർ 200 പറയും. അപ്പോൾ ഈ രോഗവ്യാപനം ഉണ്ടായ സമയത്ത് കൃത്യമായ ഇടപെടൽ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പം റീസെന്റ്, അതായത് മെനഞ്ഞാന്ന് മുതൽ എല്ലാവരും വിജിലന്റ് ആണ്. നമുക്ക് ഇന്നലെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. 3 ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് ആസം മെഡിസിറ്റിയിൽ നിന്ന്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന്, ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടേഴ്സ് ഇവിടെ വന്ന് രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 200ഓളം പേര് ഇവിടെ ഇന്നലെ മാത്രം ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. അത് കുട്ടികളും എൽഡേഴ്സും അടക്കം, പ്രായമുള്ളവർ. ചില ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ചിലർ അവിടെ വെച്ച് തന്നെ ഭയങ്കര ബോധരഹിതരാകുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ഈ സംഭവം ഉണ്ടായ ശേഷം ഈ 29-ാം തീയതി ഒരു റിപ്പോർട്ട് വന്നു. ഇത് പൂഴ്ത്തി വെച്ചു എന്നൊരു ആരോപണം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം എന്താണ് അതിന്റെ റിയാലിറ്റി? ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടാൽ 25-നാണ് അത് വെള്ളം എടുത്തേക്കുന്നത് അനാലിസിസ് ചെയ്യാൻ. 28-ാം തീയതി അത് അനാലിസിസ് കഴിഞ്ഞ് 29-ന് റിപ്പോർട്ട് ഇഷ്യൂ ആയി എന്നാണ് ആ റിപ്പോർട്ടിൽ പറയണത്. ബട്ട് ഒന്നെങ്കിൽ ലാബുകാർ അത് ഡിലേ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻകാർ അത് പബ്ലിഷ് ചെയ്യാൻ ഡിലേ ചെയ്തു. രണ്ടിലേതോ ഒരു പ്രശ്നമുണ്ട്. അത് സർക്കാരിന് ആരാന്ന് വെച്ചാൽ അവർ എൻക്വയറി ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മുടെ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയുന്നത് നമുക്ക് ആ റിപ്പോർട്ട് കിട്ടാൻ വൈകി എന്നുള്ളതാണ് അസോസിയേഷൻ പറയണത്. ആ റിപ്പോർട്ട് 29-ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്, പിന്നെ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിലെയാണ്. ഡയറക്റ്റ് സമ്പിലെ റിപ്പോർട്ടാണ്. അത് ഡയറക്റ്റ് കൺസംഷന് പോകുന്ന വെള്ളമല്ല. ആ വെള്ളം സമ്പിൽ നിന്ന് പിന്നെ 2-3 ലെവൽ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് ഓവർ ടാങ്കിലേക്ക് പോകുന്നത്. അരുൺ, ഈ പറഞ്ഞതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഈ RO ഇല്ല എന്നുള്ളത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം കൊച്ചിയിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നാണ് DLF. നമ്മൾ പറഞ്ഞതുപോലെ 15 ടവറുകളിലായി 1268 ഫ്ളാറ്റുകളിലായി 5000-ലധികം താമസക്കാരുള്ള ഒരു സംവിധാനമാണ് DLF. അവിടെയാണ് RO സംവിധാനം ഇല്ല എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും അതിന്റെ ഓൺഗോയിങ് പ്രോസസ് തന്നെയാണ് എന്നും താമസക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും അലിയുടെ പിന്നിൽ നമുക്ക് കുടിവെള്ള ടാങ്കർ കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുടിവെള്ള ടാങ്കർ വഴിയാണ് വെള്ളം നിറയ്ക്കുന്നത്, അല്ലേ?
അരുൺ, ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ വിവിധ സോഴ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിൽ വെള്ളം ഉപയോഗിക്കുന്നത്. കിണറുണ്ട്, കുഴൽ കിണറുണ്ട്, അതുപോലെ തന്നെ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളമുണ്ട്. അങ്ങനെ വിവിധ സോഴ്സുകളിൽ നിന്നായിരുന്നു ഇവിടെ വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഈ അണുബാധ ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് ഈ സംഭവം, ഈ ഒരു പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ടാങ്കറുകളിൽ മാത്രമാണ് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടാങ്കറുകളിൽ എത്തിക്കുന്ന ശുദ്ധജലം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഫ്ളാറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ പ്രതികരിച്ചപ്പോൾ ഇനി ഒരു അണുബാധ വ്യാപനത്തിനുള്ള സാധ്യതയില്ല. ഇപ്പോൾ നിലവിൽ രോഗം ബാധിച്ചിരിക്കുന്ന ആളുകൾ ചികിത്സയിൽ എത്രയും വേഗം സുഖം പ്രാപിച്ചാൽ മറ്റ് പ്രതിസന്ധികളില്ല എന്ന നിലയിലുള്ള പ്രതികരണം നടത്തിയത്. എന്തായാലും DMOയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. DMOയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അടിയന്തര നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോകുമെന്നാണ് വീണ ജോർജും അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറും DMOയുടെ ഈ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ ഏകദേശം 76 മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് വരുന്നതിന്റെ തുടർ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഉണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്തായാലും ഏകദേശം ഒരു 350ഓളം ആളുകളാണ് DLF-ൽ കുടിവെള്ളത്തിൽ നിന്ന് ഇപ്പോഴും കരുതുന്ന ഈ വ്യാപനത്തിൽ നിന്ന്, ഈ ഭക്ഷ്യവിഷബാധയിൽ നിന്ന് ചികിത്സ തേടിയിരുന്നത്. പലരും സുഖം പ്രാപിച്ച് വീടുകളിലേക്ക് എത്തിയിരുന്നു. ചിലർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അരുൺ, ഓക്കെ.